നമ്മളതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതൊരു എക്സ്ട്രാordinary ഫിലിം. അത് വീണ്ടും റീവാച്ച് ചെയ്യാൻ കിട്ടിയൊരു ചാൻസ് തന്നെ വലിയൊരു വളരെ നെറ്റ്ഫ്ലിക്സിൽ ഉള്ളതുമാണ്, അത് കാണുന്നതാണ്. പക്ഷേ എന്നാലും അതിനുള്ളൊരു അഡിക്ഷൻ ഉണ്ട്. നല്ല മൂവി. 10 കൊല്ലമായിട്ട് OTT ഉണ്ടായിട്ട് പോലും പിന്നെ റിലീസ് ചെയ്യുന്നെങ്കിൽ അത്രയും നല്ല സിനിമയായിട്ടാണ്. ആദ്യം ഐമാക്സിലാണ് ട്രൈ ചെയ്തത്, പക്ഷേ ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ സിനിമ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അപ്പം ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ആണ്. അപ്പം ഈ മൊബൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്ത് നമ്മൾ അത്ര സ്ട്രെസ് എടുത്ത് കാണുമ്പോൾ ഇത് അങ്ങനെയല്ലോ. ഇത് കുറച്ചും നമുക്ക് വിഷ്വലി നമുക്ക് കുറച്ചും കൂടെ കണക്ട് ആവും. അങ്ങനെ ഞാനിത് 2-3 പ്രാവശ്യം 5-6 പ്രാവശ്യം കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ കാണണം, എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാണാൻ വന്നത് അത് ആരും കണ്ടിട്ടില്ലേ? തിയേറ്റർ എക്സ്പീരിയൻസ് കുട്ടി തന്നെ എല്ലാവർക്കും അറിയാലോ, എല്ലാവരും കണ്ട പടമല്ലേ ഇത്. സെയിം, ഒരു മാറ്റമില്ല. ഓക്കെ, ഒരു അടിപൊളി ഫിലിമാണല്ലോ. നമ്മളതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതൊരു എക്സ്ട്രാordinary ഫിലിം. അത് വീണ്ടും റീവാച്ച് ചെയ്യാൻ കിട്ടിയൊരു ചാൻസ് തന്നെ വലിയൊരു കൊള്ളാന്നുള്ള എക്സ്പീരിയൻസാണ്. കൊള്ളാം സംഭവം. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല റിസൾട്ടുണ്ട്. ഫോണിലെ കണ്ട് വെറുതെ ബോറടി. തിയേറ്റർ കണ്ടപ്പോൾ നല്ല കൊള്ളാം. ഫസ്റ്റ് ടൈമാണ് തിയേറ്റർ കാണുന്നത്. കൊച്ചിലെ കണ്ടിട്ടുണ്ട്, പക്ഷേ കാര്യങ്ങളൊന്നും അറിയാതെ കണ്ടിട്ടാണ്. പക്ഷേ തിയേറ്റർ കണ്ടപ്പോൾ നല്ല കില്ലായിട്ടുണ്ട് കാണാൻ. അല്ലേ, കൊള്ളാം, നന്നായിട്ടുണ്ട്. 10 വർഷം ഇത് ഇതാവുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അതെ അന്ന് തിയേറ്റർ കണ്ടിരുന്നു. ഇപ്പോഴ് വളരെ നെറ്റ്ഫ്ലിക്സിൽ ഉള്ളതുമാണ്, അത് കാണുന്നതാണ്. പക്ഷേ എന്നാലും അതിനുള്ളൊരു അഡിക്ഷൻ ഉണ്ട്. നല്ല മൂവിയാണ്. ക്രിസ്റ്റഫർ നോളൻ നന്നായിട്ടുണ്ട്, വളരെ നല്ല സിനിമയായിരുന്നു. അല്ലെങ്കിൽ തന്നെ 10 കൊല്ലമായിട്ട് OTT ഉണ്ടായിട്ട് പോലും പിന്നെ റിലീസ് ചെയ്യുന്നെങ്കിൽ അത്രയും നല്ല സിനിമയായിട്ടാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. ഞാൻ ഇൻഡസ്ട്രിയൽ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഫസ്റ്റ് ടൈമില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് എന്തായാലും അറിയാമല്ലോ, കിഡ്ലാണ് എക്സ്പീരിയൻസ്. പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അവിടെ സ്പേസ് ഇതിലുണ്ടെന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ രീതിയിലാണ്. ഞാൻ മുമ്പില്ല കണ്ട, ഞാൻ തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യം ഐമാക്സിലാണ് ട്രൈ ചെയ്തത്, പക്ഷേ ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് പിന്നെ ഇതിൽ കണ്ടത്, തിയേറ്ററിലാണ്. ഇൻഡസ്ട്രിയൽ കൊള്ളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അപ്പം ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എസ്പെഷ്യലി മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ആണ്. അപ്പം അതും എനിക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് കണ്ടു. മൊബൈലിൽ അങ്ങനെയല്ല, തിയേറ്ററിൽ വന്ന് കാണുമ്പം എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ആ എക്സ്പീരിയൻസ് എന്തായാലും വന്നപ്പോൾ കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഐമാക്സിൽ കാണുന്നുണ്ടായിരുന്നു, ബട്ട് 1 വീക്ക് ഫുൾ സോൾഡ് ഔട്ട് ആയപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആണ്. ബട്ട് എനിക്ക് ഇവിടെ തന്നെ വർത്തായിട്ടുണ്ട്. ബട്ട് ഐമാക്സിലും കുറച്ചുകൂടി ബെറ്റർ. നല്ല സിനിമയാണ്. ഒന്നും കൂടെ കാണാൻ തോന്നി, അതുകൊണ്ട് വന്ന് കണ്ട് കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു, അതാണ് കണ്ടത്. പടം നല്ല രസമുണ്ട് തിയേറ്റർ കാണാൻ. താങ്ക് യു. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നോളിൻ്റെ അല്ലേ. സാറിന് മൊബൈലിൽ കാണുന്ന എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഹെഡ്സെറ്റ് വെച്ച് കാണുന്ന എക്സ്പീരിയൻസ് ഒന്നും അല്ല. തിയേറ്റർ വെച്ച് കാണുമ്പോൾ ഒരു വിഷ്വലി അത് ഒരു സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഐമാക്സിൽ ഇതുവരെ കണ്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി അധികം അങ്ങനെ അറിയത്തില്ല. അത് സത്യം പറഞ്ഞാൽ ആ പടത്തിൻ്റെ ഒരു വിഷ്വലൈസിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താണ് നമുക്കത് ഈ മൊബൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്ത് നമ്മൾ അത്ര സ്ട്രെസ് എടുത്ത് കാണുമ്പോൾ ഇത് അങ്ങനെയല്ലോ. ഇത് കുറച്ചും നമുക്ക് വിഷ്വലി നമുക്ക് കുറച്ചും കൂടെ കണക്ട് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. തിയേറ്റർ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ആണത്. ഐമാക്സിൽ പറ്റുമെങ്കിൽ കാണണം. നല്ല മൂവിയാണ്. ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ കൊള്ളായിരുന്നു, മ്യൂസിക്കൊക്കെ വരുന്നു ബാക്ക്ഗ്രൗണ്ട്. കൊള്ളായിരുന്നു പടം കൊള്ളായിരുന്നു. ഞാനിത് 2-3 പ്രാവശ്യം 5-6 പ്രാവശ്യം കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെറൈറ്റി ഉണ്ടെന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും, അല്ലാതെ സിനിമയ്ക്കകത്തുള്ള എക്സ്പീരിയൻസ്. പക്ഷേ എത്ര പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞാലും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടും എല്ലാവർക്കും. ഇത് ബിഗ് സ്ക്രീനിൽ കാണാനുള്ള പടമാണ്. വെർത്തിട്ടാണ്. എത്ര വട്ടം കണ്ടാലും അത്ര കിട്ടില്ലാണ്. എത്ര വണ്ണം കണ്ടാലും ഇനി അടുത്ത് ഓടി വണ്ടിയിലുണ്ടെങ്കിൽ അത് കാണും. ഐമാക്സിൽ പോകണമെങ്കിൽ അത് കാണും. ഐമാക്സ് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാണുന്നുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്, കാണണം, എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം.